കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും അനീതിക്കുമെതിരെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ സമരം. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയനാണ് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും അനീതിയും പൊതുജനം തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് 4ാം വാർഡ് അംഗം സന്ധ്യ ജയൻ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത, അത് ആ ഭിന്നതയുടെ പേരിൽ ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പോലും വകവെക്കാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ കാഞ്ചിയാർ പഞ്ചായത്തിൽ വന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനെതിരെയാണ് ഇന്ന് 4ാം വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പർ സ്വന്തം വാർഡിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ പാസാക്കുന്ന തീരുമാനങ്ങളുടെ പകർപ്പ് അവ പാസാക്കുന്ന മുറയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും സെക്രട്ടറി നൽകേണ്ടതാണ്. എന്നാൽ അപേക്ഷ വെച്ചിട്ടുകൂടി അധികൃതർ നൽകാൻ തയ്യാറാകുന്നില്ല. ഇത് 1995 കേരള പഞ്ചായത്ത് രാജ് ചട്ടം റൂളുകൾ പ്രകാരം ജനപ്രതിനിധികളുടെ അവകാശ ലംഘനമാണ്. പഞ്ചായത്ത് യോഗ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഇതോടെ തടസ്സപ്പെടുന്നു. തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസികളും പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ 30,000 രൂപ വീതം എല്ലാ വാർഡുകളിലേക്കും നീക്കിവെക്കുവാൻ ഭരണസമിതിയിൽ തീരുമാനമുണ്ടാകുന്നു. എന്നാൽ തുടർ നടപടികൾക്കായി സെക്രട്ടറിയോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഫണ്ട് മാറ്റിയെന്നാണ് മറുപടി ലഭിക്കുന്നത്. ഇതോടെ ജനപ്രതിനിധിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. കഴിഞ്ഞ വർഷത്തെ സ്കിൽ ഓവർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് കുറവുണ്ടെന്നുള്ളത് എനിക്കും അറിയാം. എല്ലാ വാർഡുകളിൽ നിന്നും 6 ലക്ഷം രൂപ വീതം കുറവ് ചെയ്തിട്ടുണ്ട്. ആ കാര്യമല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്. കുഴിയടച്ച്, അതായത് നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാവുന്നവരാണല്ലോ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ. നമുക്ക് നേരിട്ടറിയാം വഴിയുടെയൊക്കെ ശോചനീയാവസ്ഥ. അത്തരം പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയുകയും നേരിട്ട് ഇവിടെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു വാക്കായിരുന്നു ഇങ്ങനെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഞാൻ കൊടുത്ത വാക്കാണ് അവിടെ പാഴ്വാക്കായി മാറിയത്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ആയതിനാണ് ഇപ്പോൾ ഇവിടെ ഒരു സമരത്തിലേക്ക് കടക്കേണ്ടി വന്നത്. നിർബന്ധിതയാവുകയാണ് ഉണ്ടായത്. കാഞ്ചിയാർ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതിന് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജനപ്രതിനിധിയുടെ വാക്ക് കേൾക്കാൻ ഭരണസമിതിയോ ഉദ്യോഗസ്ഥരോ കൂട്ടാക്കുന്നില്ലെന്ന് സമരം നടത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ ആരോപിച്ചു. പബ്ലിക് ടോയ്ലറ്റ് പണിതിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് പൊതുജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല പണിതിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതിഷേധമുണ്ട്. കാരണം സ്ത്രീകളടക്കമുള്ള ആളുകളെ മുൻനിർത്തിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പം കുട്ടികളായിട്ട് വരുന്നവരുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും, പല അസുഖങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ടോയ്ലറ്റ് എന്നുള്ള ഒരു പുതിയ കാര്യമല്ല, അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അത് ഇവിടെ പണിതിട്ടും പൊതുജനങ്ങൾക്ക് ഇന്നുവരെ വിട്ടുകൊടുത്തിട്ടില്ല. കയറാനുള്ള ഒരു പ്രവേശനമൊന്നും അല്ലെങ്കിൽ സൂചനാ ബോർഡൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. നേതാക്കളായ സാവിയോ പള്ളിപ്പറമ്പിൽ, സിബി പുലിക്കുന്നേൽ, ജോമോൻ തെക്കേൽ, ഷാജി വേലംപറമ്പിൽ, മനോജ് പൂവത്തോലിൽ, സ്നേഹത്തണൽ ഭാരവാഹികൾ തുടങ്ങിയവർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പിന്തുണയുമായി എത്തി. മുന്നറിയിപ്പായി തുടങ്ങിയ സമരം വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിച്ചു.